രഞ്ജിനി ഹരിദാസ് കൂടി ചേരുന്നു. രഞ്ജിനി, ഇന്നലെ ജന്തർ മന്ദറിലെത്തി ഈ സമരത്തിന് വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. രഞ്ജിനി, അവിടെ എത്താനുണ്ടായ സാഹചര്യം, ദില്ലിയിലെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെക്കുറിച്ച് കണ്ട കാര്യങ്ങളൊന്ന് വിശദമാക്കുമോ? ഞാൻ ആക്ച്വലി കുറച്ച് നാളായിട്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഓൺലൈൻ. ഞാൻ ഇതിന്റെ ഒരു സോഷ്യൽ മീഡിയ പ്രൊട്ടസ്റ്റർ ആയിരുന്നു. അപ്പൊ കുറെ ദിവസം അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പം പതുക്കെ നമ്മളുടെ ഒരു കോറിനെ അത് എഫക്ട് ചെയ്തു തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം മറ്റേ സോനം വാങ്ചുക്ജിയുടെ 20ാമത്തെ ദിവസത്തിന്റെ ഫാസ്റ്റിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയ രീതി എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് അദ്ദേഹം അവിടെ ഹങ്കർ സ്ട്രൈക്കിന് ഇരുന്നത് വളരെ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. നീറ്റ് പേപ്പേഴ്സിന്റെ ലീക്കിനെ ചോദ്യം ചെയ്തും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത 20 കുടുംബങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു എഫേർട്ട് ആയിരുന്നു അത്. അതിനുവേണ്ടി ഈ CJP എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ പേരിൽ കുറെ ആൾക്കാരാണ് ഇതിന്റെ ഭാഗമായി അവിടെ പ്രൊട്ടസ്റ്റിന് വേണ്ടി എത്തിയത്. കുറച്ച് കുട്ടികൾ അതിനു വേണ്ടി ഹങ്കർ സ്ട്രൈക്ക് ഇരിക്കുന്നു. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കെ ആ വേദിയിൽ കയറി വന്ന രീതി, മഫ്തിയില് ഓഫീസേഴ്സ് ആണോന്ന് പോലെ നമുക്ക് സംശയം തോന്നും. വെള്ളത്തുണി കേർട്ടനായി പിടിച്ച് അദ്ദേഹത്തെ ഒരു വെള്ളത്തുണിയിൽ കുത്തിത്തിരികെ വളരെ മോശമായിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെയൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതൊരു ജനാധിപത്യമല്ലേ? ആ ജനാധിപത്യത്തിൽ നമുക്ക് സത്യാഗ്രഹം ഇരിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് ഈ നമ്മുടെ ഭാരതത്തില്. അതൊക്കെ ലംഘിച്ച് ധാർഷ്ട്യത്തോടെ അത് ചെയ്തു എന്ന് തോന്നിയപ്പോ പെട്ടെന്ന് ഒരു ഇന്ത്യൻ പൗര എന്ന രീതിയിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ അങ്ങ് പോകാൻ തീരുമാനിച്ചു. ആ മറ്റേ സൺസെറ്റ് ചലോ മാർച്ചിന് അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത്. തീർച്ചയായും നമുക്കറിയാം, ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അവിഭാജ്യ ഘടകം എന്ന് പറയാൻ കഴിയുന്നത് ഈ പ്രതിഷേധങ്ങൾ തന്നെയാണ്. ഈ പ്രതിഷേധങ്ങളും ഈ പറയുന്ന പോലെ ധർണയും സമാധാനപരമായി അവർ ഏതാണ്ട് 1 മാസത്തിലധികമായി അവിടെ സമരം നടത്തുന്നു. സോനം വാങ്ചുക്ക് സത്യാഗ്രഹം ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 20ഓ 21ഓ ദിവസമാകുമ്പോഴാണ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. അതിനു മുമ്പേ ഈ വിദ്യാർത്ഥികളുടെ സമരം തുടങ്ങിയാണ്. നമ്മൾ കാണേണ്ടത്, ഒരു ചർച്ചയ്ക്ക് പോലും നാളിതുവരെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കുകയോ ചെയ്യാം. പക്ഷേ ജനാധിപത്യപരമായി സമാധാനപരമായി സമരം നടത്തുന്ന ഒരു വിഭാഗത്തോട് ഇത്രയും നിഷേധാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ രഞ്ജിനി? അത് ജനാധിപത്യം എന്ന് പറയുന്നത് അതല്ലല്ലോ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട് ചെയ്ത ആൾക്കാരാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. ഇറ്റ്സ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. അപ്പൊ നമ്മൾക്ക് ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും അല്ലായിരുന്നല്ലോ. നിരവധി പാർട്ടികൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും മനുഷ്യർ ചൂസ് ചെയ്ത് വോട്ട് ചെയ്ത് എത്തിച്ച ആൾക്കാരാണ്. അപ്പൊ അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ പ്രതിനിധീകരിക്കുക എന്നതാണ്. അതാണ് അവരുടെ ജോലി, അതാണ് അവരുടെ ഉത്തരവാദിത്തം. ആ ഒരു കാര്യം അവർ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് ഉത്തരം പറയുക എന്നത് അവരുടെ ജോലിയാണ്. ആ ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ആൻഡ് നമ്മൾ പറയേണ്ട കാര്യമുണ്ട്, അവരെടുത്തിരിക്കുന്ന ഈ ഒരു കാര്യത്തിലെ നിലപാട് വളരെ മോശമാണ്. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. ഒരു കാര്യം തെറ്റായി നടക്കുകയാണെങ്കിൽ രാജ്യത്തിൽ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നമ്മളുടെ കൂടെ അക്കൗണ്ടബിൾ ആയിരിക്കണം. ദേ ആർ ആൻസറബിൾ. ഇവിടെ വളരെയധികം ആരഗൻസും ഈഗോയുടെയും കൂടെയാണ് അവർ പെരുമാറുന്നത് എന്ന രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ എത്തി ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരാളാണ്. അവിടെ ഈ കുട്ടികൾ വളരെ പീസ്ഫുള്ളി ആണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഒരു വയലൻസോ അഗ്രഷനോ ഒന്നുമില്ല. പക്ഷെ ഈ ഒരു സ്ഥലത്ത് അഗ്രഷനും വയലൻസും കൊണ്ടുവരുന്നത് ഈ പോലീസ് ഓഫീസേഴ്സും ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സസും യൂണിഫോം പോലും ഇടാത്ത ആൾക്കാരാണ് ഈ കുട്ടികളെ അടിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മൾ സത്യം പറയട്ടെ, നമ്മൾ ഇരിക്കുന്നുണ്ട് നമ്മളിത് ജനാധിപത്യം തന്നെ ആണോന്ന്. ഇറ്റ് ഇസ് ടൈം വി തിങ്ക്. ഐ ഡോണ്ട് നോ വെദർ വി ആർ എ ഡെമോക്രസി എനിമോർ. ഐ എം സ്കെയർഡ് എ ലിറ്റിൽ ബിറ്റ്. ഈ ദൃശ്യങ്ങൾ ഞാൻ 2 ദിവസമായി കാണുകയായിരുന്നു രഞ്ജിനി. അതായത് പെൺകുട്ടികളെ എത്ര ക്രൂരമായിട്ടാണ് ഈ പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ കണ്ട ഒരു ദൃശ്യം, ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് ഒരു ഓഫീസർ ലാത്തി കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയുടെ പിറഭാഗത്ത് അതിശക്തമായി ഇടിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം ഞാൻ കാണുകയായിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികൾ കിടക്കുമ്പോൾ അവരുടെ ഉടുപ്പ് വലിച്ചു കീറുകയാണ്. അതുപോലെ ലാത്തിയിൽ ആണിയടിച്ച് അത് വെച്ചിട്ടാണ് പല പോലീസുകാരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, പലർക്കും ഈ പോലീസിൻ്റെ വേഷത്തിലുള്ള പലർക്കും നെയിം പ്ലേറ്റ് ഇല്ല, പലർക്കും യൂണിഫോം ഇല്ല, പലർക്കും മുഖം കർച്ചീഫ് കൊണ്ട് മറച്ചിരിക്കുന്നു. ചിലർ ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് ഈ കുട്ടികളെ തല്ലുന്നത്. അതും 16ഉം 18ഉം 20ഉം വയസ്സ് പ്രായം മാത്രമുള്ള വിദ്യാർത്ഥികളെയാണ് ഇത്ര ഭീകരന്മാരെ പോലെ ഇവർ കൈകാര്യം ചെയ്യുന്നത് രഞ്ജിനി.
അതെ, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോലീസുകാരും ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സസും അവിടെ ആൾക്കാരൊക്കെ എത്തി ഇങ്ങനെ പെരുമാറാൻ കാരണം മുകളിൽ ഇവർക്ക് ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുത്ത നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മൾ വോട്ട് ചെയ്ത് എത്തിച്ച ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അത് അവർക്ക് ഓഫീസിലിരുന്ന് ഇത് കൊടുത്താൽ മതി. പക്ഷെ ഈ പെങ്കൊച്ചുങ്ങളെ അടിക്കുന്നതും ഇടിക്കുന്നതും ഒക്കെ നമ്മളുടെ ചുറ്റും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇപ്പൊ ഒരു കൊച്ചു വെന്റിലേറ്ററിലല്ല വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തോരം കുട്ടികളാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നതെന്ന് അറിയാം. അത് മാത്രമല്ല, ഭയങ്കര ഗുണ്ടായിസം പോലെയാണ് ഈ ഡൽഹി പോലീസ് അവളെ ബിഹേവ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് ശക്തി വേണം. പക്ഷെ ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഈ ചെറിയ പ്രായമുള്ള കുട്ടികളാണ്, 14 വയസ്സ് 15 വയസ്സ് തൊട്ട് ഒരു 30 വയസ്സ്, പിന്നെ അതിന്റെ കൂടെ ബാക്കിയുള്ള നമ്മളെപ്പോലുള്ള കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് രാജ്യത്ത് നിന്നും. പക്ഷെ അവരുടെ ഒരു എനർജി, അവരുടെ ഒരു സ്പിരിറ്റ്, അവരുടെ ഒരു ധൈര്യം എന്റെ പൊന്ന് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ബിക്കോസ് ഈ ഒരു ജെൻ സി എന്ന് പറഞ്ഞ കുട്ടികൾ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് എനിക്കൊരു ഹോപ്പ് തന്നു. ബിക്കോസ് അവര് ഇതിനു വേണ്ടി പോരാടുന്നത് രണ്ടും കൽപ്പിച്ചാണ്. അവരെ വേണേ അടിച്ചോ, ഞങ്ങൾ തിരിച്ചടിക്കില്ല, തല്ലിക്കോ, എത്ര വേണം തല്ലിക്കോ, അങ്ങനെ ചതച്ചരച്ചിട്ടുണ്ട്. ആക്ച്വലി ശരിക്കും ഭയങ്കര സങ്കടം തോന്നും. വീണ്ടും പക്ഷെ ആദ്യത്തെ മാർച്ചിന്റെ ദിവസം എല്ലാം കൊളവായ ശേഷം അവർ വീണ്ടും തിരിച്ച് അന്ന് രാത്രി വന്നു. ആ കൂട്ടായ്മയുടെ ശക്തിയും വലുതായിരുന്നു. എനിക്ക് ഒരു കാര്യം പറയേണ്ടത് ഷമി, ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, എനിക്ക് തോന്നിയത് വളരെയധികം സ്ട്രാറ്റജിയോട് കൂടിയാണ് നമ്മുടെ ഈ ഗവൺമെന്റ് ഇത്തവണ പെരുമാറിയത്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഒരു ഫോർമുല ഉണ്ടല്ലോ, ഡിവൈഡ് ആൻഡ് ഡിവൈഡ് ആൻഡ് റൂൾ. ഇത് ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ ഡിവൈഡ് ആൻഡ് ഡിസ്റപ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി അവർ ഉപയോഗിച്ചു. നമ്മൾ ഓരോരുത്തരെയും ഓരോ ഏരിയയിലാക്കി അവർ ബ്ലോക്ക് ആക്കി കളഞ്ഞു. അപ്പൊ വലിയ കൂട്ടായ്മ ഒറ്റയ്ക്ക് വന്നപ്പം ഈ 3 ബാരിക്കേഡ് ഇട്ടിട്ട് പുറകിൽ നിന്ന് ആദ്യം ഓപ്പൺ ചെയ്ത് കളഞ്ഞു, പിന്നെ പെട്ടെന്നൊന്ന് അടച്ചു കളഞ്ഞു. അപ്പോൾ അകത്തുള്ള കുറെ പേര് സ്റ്റക്കായി. അതിനിടയിൽ ബാക്കിലുള്ള ആൾക്കാരെ ടിയർ ഗ്യാസ് ഇട്ട് ലാത്തി ചാർജ് ചെയ്ത് പേടിപ്പിച്ചു. ഫ്രണ്ടിലുള്ള ആൾക്കാരെയും ലാത്തി ഗ്യാസ് ഇട്ട് ടിയർ ഗ്യാസ് ഇട്ട് മുമ്പിലോട്ട് അയച്ചു. ഈ നടുക്കപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അവിടെയുള്ള രാവിലെ ആ ഏരിയയിലാണ് ലാത്തി ചാർജൊക്കെ നടത്തി ഗീതാഞ്ജലി വാങ്ചുക്കിനെയൊക്കെ എടുത്തുകൊണ്ട് പോയത്, അഭിജിത്തിനെ എടുത്തുകൊണ്ട് പോയത്. അതേസമയം സംസാരിക്കാം എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് JP നദ്ദ ആശുതോഷിനെയും സൗരവിനെയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവരുടെ ഫോൺ മാറ്റിവെച്ച് അവരെ അവിടെ പറയാതെ ഡീറ്റെയിൻ ചെയ്തു, കള്ളത്തരം പറഞ്ഞിട്ട്. അപ്പൊ എന്ത് പറ്റി? ലീഡർഷിപ്പ്, ഈ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ മാറി മാറി വേറെ വേറെ സ്ഥലങ്ങളിലായി പോയി. അപ്പൊ മനഃപൂർവ്വം അവർ ഇവരെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടി കുറെ അവിടെ കിടന്ന് പാടുവിട്ടിട്ടുണ്ട്. പക്ഷെ ഈ കൊച്ചുങ്ങൾ അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്ന സ്ഥലത്ത് അവർ മാക്സിമം പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എന്താ പറയാ, ഇതിനിടയിലേക്ക് അവർ കുറെ ആന്റി സോഷ്യൽ എലിമെന്റ്സിനെ അവർ തന്നെ ഇറക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. ബിക്കോസ് ചില ആൾക്കാർ പെട്ടെന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ ചുറ്റുമുള്ള ആൾക്കാരാണ് അത് റെക്കോർഡ് ചെയ്ത് എല്ലാം ഡോക്യുമെന്റ് ചെയ്ത് അയാളെ പിടിച്ച് വോളണ്ടിയേഴ്സിന് കൊടുക്കുന്നത്, പിന്നെ പുറത്താക്കുന്നത്. സോ ഇങ്ങനെയും കുറെ സംഭവങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. ഏറ്റവും പരിതാപകരം എന്ന് പറയുന്നത് നാഷണൽ മീഡിയ ഒരൊറ്റ ചാനൽ ഇത് മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ്. അത് പറഞ്ഞേ പറ്റൂ. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതൊരു നാഷണൽ ന്യൂസ് ആവുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ്, സോഷ്യൽ മീഡിയ വഴിയാണ്. ശരിക്കും നിങ്ങൾ കാണുന്നത് ആ മെയിൻ മീഡിയയിൽ നിങ്ങളെ ഇപ്പൊ കാണിക്കുന്നതും അവിടെ നടക്കുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. തീർച്ചയായും ഇതിന്റെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണാത്ത അറിയാത്ത കുറേ മനുഷ്യർ ഭക്ഷണവുമായി ആ സമരപന്തലിലേക്ക് വരുന്നു, വെള്ളവുമായി അവിടേക്ക് വരുന്നു. രാവിലെ അവർ തന്നെ വന്ന് ഈ പരിസരം മുഴുവൻ വൃത്തിയാക്കി നല്ല വെടുപ്പാക്കി ഇടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വിദ്യാർത്ഥികൾ ചെയ്യുന്ന സമരത്തോട് ഈ സമൂഹം എത്രമാത്രം അനുഭാവപൂർണ്ണമായിട്ടാണ് പെരുമാറുന്നത്. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം, ഈ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഈ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അവരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ്. അവിടെ എത്തുന്ന എല്ലാ മനുഷ്യർക്കും ഭക്ഷണം, ഒരാൾ പോലും അവിടെ പട്ടിണി ഇരിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. അത് മാത്രമല്ല രഞ്ജിനി, ഇന്നലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ 140 കോടി ജനതയുടെ, അതായത് പ്രധാനമന്ത്രിയാണെങ്കിൽ ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവാണ്, അത് അദ്ദേഹത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം നമ്മൾ ഇതുവരെയും നമ്മളുടെ ആരുടെയും ഈ ജീവിതകാലത്തിൽ അത്തരമൊരു ദൃശ്യം കണ്ടിട്ടില്ല. പക്ഷേ BJP ഭരണത്തിൽ അതും സംഭവിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതെ, അപ്പൊ ആ ഒരു സമയത്ത് താങ്കൾ ഓപ്പോസിഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, വളരെ ലേറ്റ് ആയിട്ടാണ് ഓപ്പോസിഷൻ പ്രതികരിച്ചത് എന്നാണ് എന്റെ അഭിപ്രായം. ഇത് കുറച്ച് നേരത്തെ ഓപ്പോസിഷനുള്ള എല്ലാവരും ഒരുമിച്ച് വന്ന് ഈ കൊച്ചുങ്ങളുടെ കൂടെ കൈപിടിച്ച് നെഞ്ചു മിരിച്ച് അവരെ നിൽക്കാൻ അവർക്കൊരു താങ്ങായിരുന്നെങ്കിൽ ഈ ലാത്തി. പക്ഷേ അതിലൊരു ചെറിയ തിരുത്തുണ്ട്. ഏറ്റവും ഇന്നലെ അവസാനം എത്തിയത് കോൺഗ്രസ് ആണ്. പക്ഷേ ഇടതുപക്ഷ പാർട്ടികൾ ആദ്യഘട്ടം മുതൽ തന്നെ അതിന് സമരത്തിന് പിന്തുണ നൽകിയിരുന്നു. അതല്ല ഞാൻ പറയുന്നത് എല്ലാവരും ഒരുമിച്ച്, ഇടതുപക്ഷം വലതുപക്ഷം മുകളിൽ താഴെ റൈറ്റ് വിങ് ലെഫ്റ്റ് അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഓപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്ക് ആണല്ലോ.
അതെ, അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇവർക്ക് ഒരു ഒരു ഫൗണ്ടേഷനായി ആദ്യം തൊട്ട് നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നടക്കായിരുന്നു. ഒരു സംവാദം ചിലപ്പോൾ വന്നേനെ. ഇതിപ്പോ എന്താ, എനിക്കറിയാം ഇതിൽ വളരെ പൊളിറ്റിക്കലായി കുറെ കാര്യങ്ങളുണ്ടെന്ന്. നമുക്ക് ഹിസ്റ്ററി അറിയാലോ. നമുക്ക് അന്ന ഹസാരയുടെ പ്രൊട്ടസ്റ്റും ഒക്കെ നടക്കുമ്പോൾ എന്തൊക്കെയാണ് നടന്നത് നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് പോയാൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് അവർ ഒരു പക്ഷേ ആ സമയത്ത് വരുന്നത്. ഫർഗെറ്റ് ഇറ്റ്, അതൊക്കെ പൊളിറ്റിക്സ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് അവർ വന്നിരുന്നെങ്കിൽ ഈ ഇത്രയും കൊച്ചുങ്ങൾ അടികൊണ്ട് തലപൊട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായില്ലേ? കൊച്ചുങ്ങളുടെ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഇത്രയും കുട്ടികളുടെ ഹെൽത്ത് ഒന്നും അല്ല അപ്പൊ അവർക്ക് കൺസേൺ. അപ്പോഴും പൊളിറ്റിക്സ് ആണ് മുമ്പിൽ. മനസ്സിലായില്ലേ? ദാറ്റ് ഇസ് എ പ്രോബ്ലം. ഐ ഹാവ് എ ബിഗ് പ്രോബ്ലം വിത്ത് ദാറ്റ്. പിന്നെ ഒരു കാര്യമുണ്ട്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. തീർച്ചയായും ഇവരുടെയൊക്കെ ഈ 12 വർഷം BJP ഭരിക്കുന്ന സമയത്ത് ഉയർന്നു വരാത്ത ഒരു പ്രക്ഷോഭം, ആ ഒരു പ്രക്ഷോഭം നമ്മൾക്ക് നൽകാൻ ഈ പറഞ്ഞ CJP എന്ന് പറയുന്ന ഒരു പുതിയ കുട്ടികളുടെ ഒരു കൂട്ടായ്മ വേണ്ടി വന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നമ്മൾക്ക് കാണേണ്ടത്. അവിടെ താങ്കൾ പറഞ്ഞൊരു പോയിന്റ് ശരിയാണ്. ഈ കാലഘട്ടം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ രഞ്ജിനി നമ്മളോട് ചൂണ്ടിക്കാട്ടിയത്. അത് മാത്രവുമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ഈ കുട്ടികൾ 22 പേർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് വരുന്നത് ഈ നീറ്റുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ കാരണം. അതിലുമൊക്കെ എത്രയോ പേർ മെൻ്റലി ഭയങ്കരമായി ഡിപ്രസ്സായി വീടുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളത്. ഇനി ഒരിക്കൽ കൂടി ആ നീറ്റ് പരീക്ഷ എഴുതില്ല എന്ന് പറയുന്ന എത്രയോ വിദ്യാർത്ഥികളുടെ പോസ്റ്റുകൾ കാണാൻ കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 5ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ മുതൽ ഇവർ ഇതിനു വേണ്ടി, ഞാൻ നീറ്റിനെ എടുത്ത് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അതിനുവേണ്ടി പ്രയത്നിച്ച് വരുന്ന പരീക്ഷ എഴുതി കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ ചോദ്യപേപ്പർ കരിഞ്ചന്തയിൽ കിട്ടുകയാണ്. ഒരു ചോദ്യപേപ്പറിന് 30 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ കൊടുത്ത ആൾക്കാർ വാങ്ങി അതിൻ്റെ ആൻസർ എഴുതി കൊണ്ടുപോയി അവർ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അവർ ഈ പരീക്ഷ കടന്നുകൂടുന്നു. ഈ കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾ അവർ ഔട്ടാവുന്ന ഒരു സാഹചര്യം. അതിന് ഇന്നലെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ BJPയുമായി ബന്ധപ്പെട്ട നേതാക്കൾ പറഞ്ഞത്, നീറ്റിന്റെ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നെങ്കിൽ എന്താ, ഞങ്ങൾ അടുത്ത പരീക്ഷ നടത്തിയില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ അതിനെ അത്രേ കാണുന്നുള്ളൂ രഞ്ജിനി. അതെ, തീർച്ചയായിട്ടും. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഈ സെറ്റൈറൽ തുടങ്ങിയ ഒരു കൂട്ടായ്മയുടെ കാരണക്കാരൻ, ഇതിന്റെ ഫൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്നത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ്. അദ്ദേഹം ഇവരെ കോക്രോച്ച് എന്ന് വിളിച്ചു. ഇങ്ങനെ ഇന്ത്യ മൊത്തം ഒരു കൂട്ടായ്മ വന്നു ചേർന്നു. അത് വളരെ ആക്സിഡന്റലി വന്ന് തുടങ്ങിയ ഒരു സാധനമാണ്. ഒന്ന് ആലോചിക്കൂ, ഇന്ത്യയെ ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടത്തി ഇതിന് കുലുക്കാൻ അവർക്ക് സാധിച്ചു. അപ്പൊ മനസ്സിലാക്കണം, ഈ യുവ തലമുറയുടെ ഫ്രസ്ട്രേഷൻ, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തോരം ഉണ്ടാവുമെന്ന്. അത് നമ്മൾ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അത് എഡ്യൂക്കേഷൻ എന്ന ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. ഒരു നല്ല ഒരു ജീവിതം, ഫ്യൂച്ചർ സ്വപ്നം കാണുന്ന ഒരു തലമുറയാണ് നമ്മൾ എല്ലാവരുടെയും, അല്ലെ? നല്ലൊരു ജോലി, അതിൽ ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അവരുടെ മക്കളെ വളർത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് ഭാഗത്തെ ആൾക്കാർക്കും ഉള്ളൊരു ആഗ്രഹമാണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരായാലും, ഒരു ഫാർമർ ആയാലും, വീട്ടുജോലി ചെയ്യുന്ന ഒരു ചേച്ചിയാണെങ്കിലും, ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരായാലും, അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും അവർ മാറ്റിവെച്ച് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഓരോ പൈസയും അക്യൂമുലേറ്റ് ചെയ്താണ് അവരിത് ചെയ്യുന്നത്. ലോൺ എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം തന്നെ എഴുതാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അത് അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം അവരുടെ ജീവിതം തന്നെ അവിടെ ഇല്ലാതാവുകയാണ്. എന്തോരം സ്വപ്നങ്ങളാണ് തകർന്നു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വലിയ വലിയ ചോദ്യങ്ങളാണ്. ഈ ഒരു പേപ്പർ ലീക്ക് മാത്രമല്ലല്ലോ ഇതിന് നമുക്ക് കാണുന്നത്. ഇതിന് മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, എത്ര തവണ ലീക്കായി, എന്തൊക്കെ പ്രശ്നം നടന്നു, എന്തോരം സ്ഥാപനങ്ങൾ അടയുന്നു. അപ്പൊ എഡ്യൂക്കേഷൻ ഒരു കംപ്ലീറ്റ് ഓവർഹോൾ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഇതിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ആരാണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്, ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ചുമ്മാ സൈഡിൽ കൂടെ പോകുന്ന മിനിസ്റ്റർ റിസൈൻ ചെയ്യണമെന്നല്ലോ പറയുന്നത്. ഇതിന് ഉത്തരവാദിത്തമുള്ള, ഇത് നടത്തി നോക്കുന്ന ആളെ റെസിഗ്നേഷൻ വേണം എന്ന് ചോദിക്കുന്നത് അത്ര ഡിഫിക്കൽട്ട് ആയ ഒരു ആസ്ക് ആണോ? എസ്പെഷ്യലി വെൻ 22 kids have killed themselves because of paper leaks.